എന്താണ് നിവേദ്യം? നമ്മൾ ആരെയെങ്കിലും കാണാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും കൊണ്ടു കൊടുക്കുന്നു. ദൈവത്തിന് നാം ഭക്ഷണമായി നൽകുന്ന നിവേദ്യം പഴയ ആചാരത്തിൻ്റെ പുതിയ രീതിയിൽ നിലനിൽക്കുന്ന ഒരാചാരമാണ്. നിവേദ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ അത് പൂജാരി നിവേദിച്ചു തരുന്നു. നിവേദിച്ചു കഴിഞ്ഞാൽ ദേവൻ അത് സ്വീകരിച്ചു എന്നാണ്. ആ നിവേദ്യം ഭക്തിയോടുകൂടി സ്വീകരിച്ച് ഭക്തന് ഭക്ഷിക്കാം, മറ്റുള്ളവർക്ക് ദാനം ചെയ്യാം. ഓരോ ദേവനും പ്രത്യേകം ഇഷ്ട വഴിപാടുകളുണ്ട്. എന്നാൽ വെള്ളച്ചോറ് അഥവാ നിവേദ്യം, പായസം, ത്രിമുധുരം തുടങ്ങിയവ എല്ലാ ദേവനും നിവേദിക്കുന്നു. ശ്രീകൃഷ്ണന് പാൽപ്പായസം, ദേവിക്ക് കടുംപായസം, മുരുകന് അഥവാ സുബ്രഹ്മണ്യന് പഞ്ചാമൃതം, ഗണപതിക്ക് മോദകം തുടങ്ങിയവ പ്രധാനമാണ്. മന്ത്രപൂരിതമായ നിവേദ്യം പരിശുദ്ധിക്കു നല്ലതാണ്. അത് ഭക്ഷിക്കാൻ കിട്ടുക എന്നത് പുണ്യമാണ്. അത് വെറും വയറ്റിൽ കഴിക്കുന്നത് അതിലും പുണ്യമാണ്.